ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലേസർ എൻഗ്രേവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന പടം എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന് മെയിനായിട്ട് 2 കേബിളാണ് വേണ്ടത്. അതായത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 വോൾട്ട് പവർ സപ്ലൈ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് USB ടൈപ്പ് ബി കണക്ടർ, USB ടൈപ്പ് പി. അപ്പോൾ ആ കണക്ടർ നമ്മുടെ ബോർഡിലോട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് അത് കണക്ട് ചെയ്യുക. അതുപോലെ പവറും ടൈപ്പ് ബി കണക്ടറും രണ്ടും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ടൈപ്പ് ബി കണക്ടർ നമ്മൾ ആദ്യമേ നമ്മുടെ മെഷീനിലോട്ട് കണക്ട് ചെയ്യുക, ലേസർ എൻഗ്രേവറിലോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ പവറും കണക്ട് ചെയ്ത് പവറും കൊടുത്തതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാം. ഇവിടെ ലൈറ്റ് ബേൺ എന്നൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 30 ദിവസത്തെ ട്രയലുണ്ട്. ആ 30 ദിവസത്തെ ട്രയലിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്വേഡ് ഇതിൻ്റെ കീ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ, നമ്മൾ മലയാളികളൊന്നും ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിയല്ലേ പോകുന്നത്. അപ്പം അടിക്കുക, എന്നിട്ട് കണക്ട് ടു മെഷീൻ അടിക്കുക. ഫൈൻഡ് മൈ ലേസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത്. ആ ഫൈൻഡ് മൈ ലേസർ അടിച്ചിട്ട് നമ്മളപ്പോൾ നേരത്തെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത ലേസർ എൻഗ്രേവർ കണക്റ്റഡ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പം ഞാൻ എൻ്റെ ലേസർ എടുത്തു. അതിൻ്റെ ഹോം പൊസിഷൻ എവിടെ, അതായത് ഹോം പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തുമ്പോഴേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോയി നിൽക്കുന്ന പൊസിഷൻ ആ ലേസറിൻ്റെ ഏത് ഭാഗത്തായിട്ടാണെന്ന് സെലക്ട് ചെയ്യണം. അതും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫിനിഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേസർ ആഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കണക്റ്റ് ആവുന്നതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു ടൂൾ വെച്ചിട്ട് ഞാൻ എൻ്റെ പേര് ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലേസർ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ടാബ് എടുത്തു. അതായത് ഇപ്പം മൗസ് ക്ലിക്ക് ചെയ്യുന്ന സ്ഥലം ശ്രദ്ധിക്കുക, സെറ്റിങ്സ് എടുത്തു. അതിനകത്ത് എനേബിൾ ഫാസ്റ്റ് വൈറ്റ് സ്പേസ് സ്കാൻ, അതായത് വൈറ്റ് സ്പേസ്, അതായത് നമുക്ക് വരയ്ക്കേണ്ടതില്ലാത്ത സ്ഥലങ്ങൾ, ലേസർ ഓൺ ആവേണ്ടാത്ത സ്ഥലങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ അവിടെ എനേബിൾ ലേസർ ഫയർ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പം അത് ഓൺ ആക്കിയിട്ട് ഞാൻ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു, എന്നാലേ നമുക്ക് ഓൺ ബട്ടൺ കിട്ടത്തുള്ളൂ. അതായത് ഗൈസ്, നമുക്ക് ലേസർ ഓൺ ആക്കാതെ തന്നെ, അതായത് ലേസറിനകത്തോട്ട് നമുക്ക് കോഡ് വിടാതെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇതിൻ്റെ ലേസർ ഓൺ ആക്കണം ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അത് കറക്റ്റിന് ഫോക്കസ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വരയ്ക്കുന്ന പടമൊക്കെ മെനയായിട്ടിരിക്കും. അപ്പം നമുക്കതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. കൺസോളിൽ നമ്മൾ കാണുന്ന പോലെ കട്ട് ആൻഡ് ലേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് ഈ ഫയർ ബട്ടൺ വരുന്നത്. അപ്പോൾ ഫയർ റേറ്റ് 20% ആക്കിയിട്ട് നമുക്ക് ഫയർ അടിച്ച് നോക്കാം. അപ്പം ഫയർ അടിക്കുമ്പോൾ നമ്മുടെ ലേസറിനകത്ത് നിന്നൊരു ബ്ലൂ ലൈറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ UV ലേസറാണ്. അപ്പം ഇതുപോലെ ബ്ലൂ ലൈറ്റ് കാണും. ഒരു കാരണവശാലും ലേസർ ഗൂഗിൾസ് ഇല്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ പോകരുത്. കണ്ണിന് നല്ല വേദന എടുക്കും. എനിക്ക് പണി കിട്ടിയതാണ്. കണ്ണിന് ഡേഞ്ചറാണ്, കാഴ്ച പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ പ്രോയാണ്, എനിക്ക് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ന്യൂബ്സ് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂ പോലത്തെയാണ് ഇതിൻ്റെ ലെൻസ് ഇരിക്കുന്നത്. അത് പറിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെ ഞാനൊരു ലേസർ മോഡ്യൂൾ കേടാക്കിയതാണ് നേരത്തെ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അനാറ്റമി വളരെ വൃത്തിയായിട്ട് അറിയാം. അപ്പോൾ നമ്മളിത് ടേൺ ചെയ്ത് കറക്റ്റ് ഒരു ഡോട്ടിൽ ഫോക്കസ് ചെയ്ത് വയ്ക്കുക. അപ്പം ആ ഗൂഗിൾസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ണിന് നല്ല വേദന എടുക്കും. അപ്പോൾ നമ്മുടെ ബോർഡ് ചെറുതായിട്ട് കരിയുന്ന കാണാം ഓൺ ഓഫ് ആക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലെ ടെക്സ്റ്റ് ടൂളിൽ നിന്ന് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിങ്ങനെ പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത കറക്റ്റാണോ അല്ലയോ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അത് നോക്കിയതിന് ശേഷം നമുക്ക് പിന്നെ വേറെ ആരുടെയും ഫോട്ടോ അല്ലെ എന്ത് സാധനം വേണം നമുക്ക് എൻഗ്രേവ് ചെയ്യാം. ഇതിൻ്റെ ഫോക്കസിങ് മെഷീൻ്റെ കാലിബ്രേഷൻ പക്ക ആയിരിക്കണം എന്നുള്ളൂ, വേറെ സീനൊന്നും ഇല്ല അതിനകത്ത്. ഗൈസ്, നമ്മൾ ഫ്രെയിം ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ പേരടിച്ചതിന് ശേഷം ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ വരയ്ക്കാൻ പോകുന്ന ഈ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ വർക്ക് ഏരിയ തന്നെയാണ്. ഈ വിൻഡോയിൽ കാണുന്ന ഈ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ 170/210 തോന്നുന്നു. 210 ഈ വർക്ക് ഏരിയ നമ്മുടെ മെഷീൻ്റെ വർക്ക് ഏരിയയാണ്. അപ്പോൾ ഈ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് വരും. ഏത് മെറ്റീരിയലാണോ വരയ്ക്കേണ്ടത് ആ മെറ്റീരിയൽ അങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു
എന്തു പറയുന്നത്, ആ ഒരു വിത്തിൻ നമ്മുടെ ബൗണ്ടറി ഏത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിലാണോ എന്ന് നോക്കി നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതേ. അപ്പോൾ ഈ മെഷീൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഫ്രെയിം അടിച്ചതിന് ശേഷം. നമ്മൾ പൊസിഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 വട്ടം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വരച്ച് നോക്കാം. ലെറ്റ്സ് ഡ്രോ ഇറ്റ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ പക്കായിട്ട് ഫ്രെയിം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. ഇത് സ്റ്റാർട്ട് അടി ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ വരയ്ക്കാൻ തുടങ്ങും. സെറ്റായിട്ട് വരയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ബൈ. ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ നമുക്കൊരു പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു TV-യുടെ പടം. അത് ഞെക്കുവാണെങ്കിൽ നമ്മുടെ പടം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഫോട്ടോയും നമ്മൾ അത് ഞെക്കി സെറ്റ് ചെയ്യണം. വരയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു മങ്ങൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മെഷീനകത്ത് നമ്മുടെ മെഷീൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യുന്നത്, അത് എത്ര സ്പീഡ് മൂവ് ചെയ്യണം, സ്ലോയി മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇച്ചിരി കൂടി ഡാർക്കറായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ലെൻസും സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ലെൻസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാലിബ്രേറ്റ് ചെയ്തതുപോലെ പോയിൻ്റ് ഒന്നും കൂടെ കാലിബ്രേറ്റ് ചെയ്യുക. പിന്നെ മെഷീനകത്ത് നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ml/min. അത് നമ്മുടെ ആ ഫസ്റ്റ് കട്ട്സ് ആൻഡ് ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ml/min എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് സ്പീഡ് കുറച്ചും കൂട്ടിയും കൊടുത്താൽ മതി. അപ്പം ബാക്കി നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഇനി ഒരു ഫോട്ടോ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്, ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ നമ്മുടെ മെഷീൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ വരയ്ക്കാൻ പോകുന്നത് ആ ബോർഡിൻ്റെ സൈസിനനുസരിച്ച് സ്കെയിൽ ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇമേജ് മോഡ്, ഡീതർ, പലതരമുണ്ട്, ഗ്രേ സ്കെയിൽ. അപ്പോൾ DPI ഞാൻ കൊടുക്കുന്നത്, നമ്മൾ DPI അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ ഫോട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബ്ലാക്കായി പോയി കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞ് വിരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഒക്കെ ഒരു ഇച്ചിരി സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കിയതിന് ശേഷം എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഡീതർ അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പം നൈസായിട്ട് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രിവ്യൂ അടിച്ച് നോക്കി, അപ്പം കണ്ണൊക്കെ കാണാവോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കി എത്ര സമയം എടുക്കുമെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ 11 മിനിറ്റ് എടുക്കും ഈ ഒരു പടം വരയ്ക്കാൻ. അപ്പം ജസ്റ്റ് നമ്മൾ ചുമ്മാ പ്ലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ തൊട്ട് വരയ്ക്കും, എങ്ങനെ വരയ്ക്കും എന്ന് കാണിക്കും മെഷീൻ. അപ്പം കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനമാണ്. അപ്പം ഇത് മൊത്തം വരയ്ക്കാൻ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്രെയിം അടിക്കുക. വീണ്ടും ഫ്രെയിം അടിച്ചതിന് ശേഷം നമ്മുടെ നേരത്തെ നമ്മൾ ഞാങ്കറൊക്കെ അടിച്ച് പ്രിൻ്റ് ചെയ്ത പോലെ ഫ്രെയിമിൽ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വരയ്ക്കാം. നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് അടിക്കാം. സ്റ്റാർട്ട് അടിച്ചാൽ തുടങ്ങും സെറ്റ് നല്ല ഗിഡിലായിട്ട് പടം കിട്ടും. അപ്പോൾ ഗൈസ്, കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ എന്നെ ഉണ്ടാക്കണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സെറ്റ് ചെയ്യുന്നുണ്ട്, സെറ്റാവും. എല്ലാ ആഴ്ചയും വീഡിയോ വരും കൺസിസ്റ്റൻ്റായിട്ട്. വേറെ സീനൊന്നുമില്ല. ഇപ്പം ഞാൻ സൈനിങ് ഔട്ട്. ബൈ. ഫോട്ടോ കിടലായിട്ട് കിട്ടി, സെറ്റാണ്. ഞാൻ കുറേ പടം വരച്ചിട്ടുണ്ട്. @crackgraver എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ കാണാം.